എക്സാമിന് എസ് എ ടൈപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ അഥവാ GDP കണക്കാക്കുന്ന രീതികൾ. എന്താണ് GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം? ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മൊത്തമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെ മേൽ കിട്ടുന്ന വരുമാനത്തെ അല്ലെങ്കിൽ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ദേശീയ വരുമാനം കിട്ടും. എന്നാൽ GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും 3 രീതി ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. 2 ചെലവ് രീതി എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഇങ്ങനെ 3 രീതിയിൽ കൂടെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. എന്നാൽ ഈ 3 രീതിയിൽ കൂടെ ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാലും ഒരൊറ്റ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പം ആദ്യം ഉൽപ്പന്ന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപ്പന്ന രീതി പ്രകാരം ദേശീയ വരുമാനം കാണുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദക യൂണിറ്റും, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥാപനവും ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ സാധാരണയായി അല്ലെങ്കിൽ ഒരു കാലയളവ് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിലുള്ള മൂല്യം കൂട്ടിയാണ്. ഇപ്പൊ നമ്മളെ രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനികള്, പിന്നെന്താണ് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, അങ്ങനെ വിവിധ തരത്തിൽ ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട്. ഇവരെല്ലാം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? ആ രാജ്യത്തിന്റെ മൊത്തം വരുമാനം കിട്ടും. കാരണം എന്താണ്? ഈ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് ആര് വാങ്ങുന്നത്? ജനങ്ങൾ അവരുടെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുന്നത്. അപ്പൊ ജനങ്ങൾ അവരുടെ വരുമാനം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെയെല്ലാം മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാജ്യത്തിന്റെ മൊത്തം വരുമാനം നമുക്ക് കിട്ടുന്നതാണ്. നിലവിലെ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പന്നത്തിന് മൂല്യം കണക്കാക്കുക. അപ്പോൾ ഓരോ വസ്തുവിനെയും മൂല്യം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് എത്ര ഒരു വിറ്റുവരവ് കിട്ടി, അല്ലെ എത്രത്തോളം ഒരു സാധനം വിറ്റയിച്ചു, അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവർ മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിനെ അവരുടെ വില കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ മൊത്തം വരുമാനം കിട്ടും. അതായത് കമ്പോള വില, ഒരു സാധനത്തിന്റെ കമ്പോള വില അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച അവർക്ക് എന്താണ് ഉൽപ്പാദിപ്പിച്ച മൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊത്തം ഉൽപ്പന്ന മൂല്യം അഥവാ Q ഈക്വൽ ടു സാധനത്തിന്റെ വില ഇൻറ്റു സാധനത്തിന്റെ അളവ്, അല്ലെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി. Q ഈക്വൽ ടു P ഇൻറ്റു Q. ഇവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഉൽപ്പന്ന മൂല്യമാണ്. എന്നാൽ P എന്ന് പറഞ്ഞാൽ പ്രൈസ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിച്ച സാധനത്തിന്റെ അളവ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ സ്ഥാപനം എത്ര രൂപയ്ക്ക് സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരുടെയും ഉൽപ്പാദിപ്പിച്ച മൂല്യം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാജ്യത്തിന്റെ മൊത്തം വരുമാനം കിട്ടും. എന്നാൽ ചില സമയത്ത് ഇരട്ട ഗണന അഥവാ ഡബിൾ കൗണ്ടിങ് വരാറുണ്ട്. എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞു? ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളുടെ മൂല്യം ഒന്നിലധികം തവണ നമ്മൾ കണക്കാക്കും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് കമ്പനി ടയർ പുറത്തുനിന്ന് വാങ്ങണം, പെയിന്റ് പുറത്തുനിന്ന് വാങ്ങണം, ഇരുമ്പ് പുറത്തുനിന്ന് വാങ്ങണം, മറ്റുള്ള സാധനം പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഇരുമ്പ് നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് അവർ ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. ടയർ നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. പെയിന്റ് നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ഗോതമ്പ് പൊടി അത് പിന്നീട് എന്താണ് ബ്രെഡാക്കി മാറ്റുമ്പോൾ ഒന്നിലധികം തവണ ഇവിടെ മൂല്യം കണക്കാക്കാറുണ്ട്. അപ്പം ഇങ്ങനെ മൂല്യം കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ചില വസ്തുക്കളുടെ മൂല്യം നമ്മൾ ഒന്നിലധികം തവണ കൂട്ടി നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണക്കാക്കിയാൽ മതി? ഇവിടെ യഥാർത്ഥ മൂല്യം കണക്കാക്കണം, അല്ലെ? GVA ഗ്രോസ് വാല്യൂ ആഡഡ്, യഥാർത്ഥ മൂല്യം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? Q മൈനസ് Z. Q എന്ന് പറഞ്ഞ മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് Z എന്ന് പറഞ്ഞ അന്തരാള ഉപഭോഗ മൂല്യം, ഓല് വാങ്ങിയ സാധനത്തിന്റെ വില മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ മൂല്യം കിട്ടും, അല്ലെ? അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ വരുമാനം എന്താണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കി കഴിഞ്ഞ് അവർ വാങ്ങിയ സാധനത്തിന്റെ മൂല്യം അല്ലെങ്കിൽ മൈനസ് ചെയ്ത് അവർ വിറ്റ മൂല്യം എത്ര എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ മൂല്യം യഥാർത്ഥ മൂല്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ N എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനം ഉണ്ട് നമുക്കറിയില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും മൂല്യം കണക്കാക്കണം. അപ്പം എല്ലാ സ്ഥാപനങ്ങളും മൂല്യം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ GVA1 ഒന്നാമത്തെ സ്ഥാപനം, GVA2 രണ്ടാമത്തെ സ്ഥാപനം, GVA3 മൂന്നാമത്തെ സ്ഥാപനം, GVAN അങ്ങനെ N എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സിഗ്മ N = 1 GVI. എല്ലാ സ്ഥാപനവും നമ്മുടെ രാജ്യത്തുള്ള N എണ്ണം സ്ഥാപനങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളുടെ മൊത്തം മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല അവരുടെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ GDPക്ക് തുല്യമായിരിക്കും, അല്ലെ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെയും മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം കണ്ടു കഴിഞ്ഞാൽ
അത് ആ രാജ്യത്തിന്റെ മൊത്തം GDP തുല്യമായിരിക്കും. ഇതാണ് ഉൽപ്പന്ന രീതി പ്രകാരം നമുക്ക് GDP കാണുന്നത് അല്ലെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഉൽപ്പന്ന രീതി പ്രകാരം GDP കാണുന്നതെന്ന്. ഇനി രണ്ടാമത് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ചെലവ് രീതി പ്രകാരം GDP കാണുന്ന പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ്, ജനങ്ങൾ അങ്ങനെ എല്ലാവരും ചെലവഴിച്ച മൊത്തം മൂല്യങ്ങൾ അല്ലെങ്കിൽ മൊത്തം ചെലവ് എത്രയെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ GDP കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ വരുമാനം മുഴുവനായിട്ട് സാധന സേവനങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ രാജ്യത്തുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഇവരെല്ലാവരുടെയും ചെലവഴിച്ച മൊത്തം ചെലവ് കണക്കാക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിന്മേലുള്ള അതായത് രാജ്യത്തിനുള്ളിൽ നിർമ്മിച്ച ഉൽപ്പന്നത്തിന്മേലുള്ള അന്തിമ ചെലവിന്റെ അവിടെ യഥാർത്ഥ വാല്യൂ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ ചെലവ് രീതി എന്ന് പറയും. ഈ രീതിയിൽ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിച്ച അന്തിമ ചെലവുകൾ കൂട്ടിയാണ് GDP കാണുന്നത്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള രാജ്യത്തിനുള്ളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അല്ലെ അവരുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള മൊത്തം ചെലവ് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത് ആ രാജ്യത്തിന്റെ GDP കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും ചെലവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനം ഐ എന്ന സ്ഥാപനമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഐ എന്ന സ്ഥാപനം സ്വീകരിച്ച ചെലവുകൾ അവരുടെ വരുമാനത്തിന് തുല്യമാണ് അല്ല. ഐ എന്ന സ്ഥാപനം സ്വീകരിച്ച ചെലവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ മൊത്തം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രീതികളിലൂടെ അവർ ചെലവഴിക്കുന്നുണ്ട്. CI മൊത്തം ഉപഭോഗ ചെലവ്, II മൊത്തം നിക്ഷേപ ചെലവ്, GI ഗവൺമെന്റ് ചെലവ്, XI കയറ്റുമതിയിൽ വരുന്ന ചെലവുകൾ, ഇങ്ങനെ എല്ലാ ചെലവുകളും കൂട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ മൊത്തം വരുമാനത്തിന് തുല്യമാണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നൊരു സ്ഥാപനത്തെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗാർഹിക മേഖലകൾ, സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് എന്നിവരുടെ ആകെ ചെലവ് എന്നത് ആഭ്യന്തര പ്രദേശ ചെലവും ഇറക്കുമതി ചെയ്ത സാധനങ്ങളിൽ വന്ന ചെലവുകളും ചേർന്നതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങളുടെ, കുടുംബങ്ങളുടെ, ഗവൺമെന്റ് എല്ലാവരുടെയും ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലുള്ള ചെലവുകളും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനം വാങ്ങുമ്പോഴുള്ള ചെലവുകളും കൂടി കൂടിച്ചേർന്നതാണ്. അതായത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഉപഭോഗ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σn i=1 CI രാജ്യത്തിനുള്ളിലുള്ള ഐ എന്ന സ്ഥാപനത്തിന് ഉപഭോഗ ചെലവ് പ്ലസ് CM ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ വരുന്ന ഉപഭോഗ ചെലവ്. ഐ എന്ന് പറഞ്ഞാൽ മൊത്തം നിക്ഷേപ ചെലവ് σn i=1 II രാജ്യത്തിനുള്ളിൽ വരുന്ന നിക്ഷേപ ചെലവ് പ്ലസ് IM പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മേൽ വരുന്ന നിക്ഷേപ ചെലവ്. G മൊത്തം ഗവൺമെന്റ് ചെലവ് σn i=1 GA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലുള്ള ഗവൺമെന്റ് ചെലവ് പ്ലസ് GM ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മേൽ വരുന്ന ഗവൺമെന്റ് ചെലവ്. X എന്ന് പറഞ്ഞാൽ മൊത്തം കയറ്റുമതി ചെലവാണ് ഇവിടെ പറഞ്ഞുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനത്തെയാണ് കൊടുത്തത്. അപ്പോൾ N എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങൾ നമുക്കറിയില്ല. അതാ പറഞ്ഞത് N എണ്ണം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും മൊത്തം വരുമാനം അല്ലെങ്കിൽ റവന്യൂ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σn i=1 RVA എല്ലാ സ്ഥാപനങ്ങളും N എണ്ണം സ്ഥാപനങ്ങളിൽ അവരുടെ എല്ലാവരുടെയും മൊത്തം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഉപഭോഗ ചെലവിന്റെയും മൊത്തം നിക്ഷേപ ചെലവിന്റെയും മൊത്തം ഗവൺമെന്റ് ചെലവിന്റെയും മൊത്തം കയറ്റുമതി ചെലവിന്റെയും തുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെലവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മൊത്തം ചെലവ് എത്രയും നമുക്ക് അറിയാൻ സാധിക്കും. അതായത് GDP =σn i=1 RVI C+I+G+X-M ആണ് ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം അഥവാ GDP പ്രകാരം ചെലവ് രീതി പ്രകാരം GDP കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തത് നമ്മൾ വരുമാന രീതി. വരുമാന രീതി പ്രകാരം GDP കാണുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ ജനങ്ങളും കിട്ടിയ മൊത്തം വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? വരുമാന രീതി പ്രകാരം GDP കിട്ടുന്നത്. അതായത് ഈ രീതി അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപാദന ഘടകങ്ങളായ ജോലി അഥവാ പ്രയത്നം, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലമായി ഈ രീതിയിലൊക്കെ ജനങ്ങൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ആ സാമ്പത്തിക പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് തിരിച്ചൊരു പ്രതിഫലം കിട്ടും. ജോലി ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് വേതനം കിട്ടും അല്ലെ, വേജ് കിട്ടും. ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ പാട്ടം കിട്ടും. മൂലധനമാണെങ്കിൽ പലിശ കിട്ടും. സംഘാടനമാണെങ്കിൽ ലാഭം കിട്ടും അല്ലെ. ഇങ്ങനെ കിട്ടുന്ന വരുമാനം ആർക്ക് വിതരണം ചെയ്തു കൊടുക്കും? ജനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കും. ആര്? ഗവൺമെന്റ് അല്ലെ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ആര് ഇടപെടുന്നുണ്ട്? ജനങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ ഇടപെടുമ്പോൾ ഈ 4 രീതികൾ ഇടപെടുമ്പോൾ അതിന്റെ വരുമാനം ആര് കൊടുക്കും? ഗവൺമെന്റ് ഇവർക്ക് വിതരണം ചെയ്തു കൊടുക്കും. ജോലി ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടും, വർക്കിന് വേജ് കിട്ടും, ലാൻഡ് ആണെങ്കിൽ റെന്റ് കിട്ടും, മൂലധനാണെങ്കിൽ ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷൻ സംഘാടനത്തിനാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ N എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ അവർക്കെല്ലാവർക്കും കിട്ടിയ വരുമാനം ആ രാജ്യത്തിന്റെ GDP തുല്യമായിരിക്കും. GDP =σn i=1 WI എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം
കൂലിക്ക് സമമാണ്. സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 RI എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം റെന്റിന് സമമാണ്. സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 ഐ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം നിക്ഷേപ ചെലവിന് തുല്യമാണ്. അവിടുത്തെ മൊത്തം ഇൻട്രസ്റ്റ് പലിശക്ക് തുല്യമാണ്. സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 PI എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം പ്രോഫിറ്റിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിന്റെ GDP കാണാൻ വേണ്ടി മൊത്തം വേജിന്റെയും മൊത്തം റെന്റിന്റെയും മൊത്തം ഇൻട്രസ്റ്റിന്റെയും മൊത്തം പ്രോഫിറ്റിന്റെയും ആകെ തുക കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് GDP കിട്ടും. ഈ രീതി പ്രകാരമാണ് വരുമാന രീതി പ്രകാരം നമ്മൾ GDP കണക്കാക്കുന്നത്. അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് എഴുതണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്.